നമസ്കാരം. കേരള പൊളിറ്റിക്സ് രാഷ്ട്രീയ കേരളം കമ്മ്യൂണിറ്റി എക്കാലവും വ്യത്യസ്തമായ കോൺസെപ്റ്റ്സ് ആവിഷ്കരിക്കുവാൻ, അവതരിപ്പിക്കുവാൻ ശ്രദ്ധയെടുക്കാറുണ്ട്. ഇവിടെ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു പരിപാടി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ലോക്സഭാ ഇലക്ഷന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇന്ന് ചർച്ചകളും സംവാദങ്ങളും വിശകലനമൊക്കെയായി സെലിബ്രേറ്റ് ചെയ്യുന്നു. നമ്മളും അതിന്റെ ചെറിയൊരു ഭാഗമായി മാറാൻ പോവുകയാണ്. ഓർക്കുഡ് ചർച്ചകളിൽ വളരെ സജീവമായി പങ്കെടുക്കുന്ന വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന 3 പേർ ഇന്ന് നമ്മുടെ ഒപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന നമുക്കറിയാവുന്ന ശ്രീ ഗോപകുമാരൻ കുറുപ്പ്, ഒപ്പം ബിജെപിക്ക് വേണ്ടി ശ്രീ സന്ദീപ് വാര്യർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ക്യാപ്റ്റൻ റിവാ ഫിലിപ്പ്. നമസ്കാരം. ഹലോ. നമസ്കാരം. ലോക്സഭാ ഇലക്ഷന്റെ ചൂടിലായിരിക്കുമല്ലോ എല്ലാവരും. എങ്ങനെ പോകുന്നു സന്ദീപ്? ഇന്ന് LK അദ്വാനി കേരളത്തിൽ പ്രചരണം ആരംഭിച്ചു. എങ്ങനെ പോകുന്നു ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ? ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥികളെ മിക്ക മണ്ഡലങ്ങളിലും വളരെ നേരത്തെ പ്രഖ്യാപിക്കാനായി സ്ഥാനാർത്ഥികൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതു വലത് മുന്നണികളിലെ സ്ഥാനാർത്ഥികളെക്കാളും എന്തുകൊണ്ടും ജനങ്ങൾക്ക് സ്വീകരിക്കാവുന്ന വളരെ മികച്ച സ്ഥാനാർത്ഥികളാണ്. മാത്രമല്ല, ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതു വലത് മുന്നണികളുടെ രാഷ്ട്രീയ അജണ്ടകളെ കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. ഇന്നത്തെ പരിപാടി വളരെ ഗംഭീരമായിരുന്നു. ശ്രീ അദ്വാനിജി പാലക്കാട് വന്ന പരിപാടി ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തു. വളരെ നല്ല പരിപാടിയായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. സന്ദീപ് എവിടെയാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് ചെത്തല്ലൂർ എന്ന് പറയുന്ന എന്റെ ഗ്രാമത്തിലാണ്. അത് ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്? ആലത്തൂരാണോ? ഇപ്പൊ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ പെടുന്ന തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ്. ഓക്കെ. ഗോപകുമാർ എങ്ങനെ പോകുന്നു? എവിടെയാണ് ഇപ്പം? ഓക്കെ ഓക്കെ. ഗോപാൽ, റേഞ്ചിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നത്. ഗോപാൽ യാത്രയിലാണെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. എങ്ങനെ പോകുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കേരളത്തിൽ? ഞാനിപ്പം സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ് പ്രചരണം നടക്കുന്നതെന്ന് വിശകലനം ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും മൊത്തത്തിലുള്ള ട്രെൻഡ് വെച്ചിട്ട് സെറ്റ് ബാക്കെല്ലാം അതിജീവിച്ച്, ആദ്യം ഉണ്ടായിരുന്നൊരു സെറ്റ് ബാക്കെല്ലാം അതിജീവിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നേറുന്നു എന്നാണ് എന്റെ വിശ്വാസം. പലയിടങ്ങളിലും ശക്തരായ കാൻഡിഡേറ്റ്സ് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ ഫീൽഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, മിനിമം 10 മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. റിവാ ഫിലിപ്പ്. നമസ്കാരം ജേസൺ. ഓർക്കുഡിലെ ക്യാപ്റ്റൻ. നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UPA, എനിക്ക് തോന്നുന്നു മൻമോഹൻ സിംഗ് ഇന്നലെ വന്നു, രാഹുൽ ഗാന്ധി നാളെ വരാൻ പോകുന്നു, സോണിയാഗാന്ധി ഓൾറെഡി പര്യടനം പൂർത്തിയാക്കി. എങ്ങനെയുണ്ട് നിങ്ങളുടെ UPAയുടെ UDFന്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ? കേരളത്തിൽ UDF വളരെ ശക്തമാണ്. മുമ്പ് എന്നത്തെക്കാളും ഇല്ലാത്ത വിധം ഒരു ഐക്യം പാർട്ടിക്കിടയിലും UDFിനിടയിലും ഒരു വലിയൊരു ഐക്യമാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പ്രചരണത്തിൽ ഞങ്ങൾ വളരെയേറെ മുന്നിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് ക്യാപ്റ്റൻ? ഞാനിപ്പോൾ വീട്ടിലാണ്. എവിടെയാണ്? കേരളത്തിലാണോ അതോ? ഞാൻ കേരളത്തിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന ആറന്മുള നിയോജക മണ്ഡലത്തിലെ കോഴഞ്ചേരി എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണം, ഇവിടെയാണ്. ഓക്കെ. ഇവിടെയാണ് എന്റെ വീട്. എങ്ങനെ തോന്നുന്നു? ഗോപനോട് ചോദ്യം, എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് ഉയർത്തി കാണിക്കാൻ പോകുന്നത്? UPA സർക്കാരിന്റെ 5 വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ ഇത്? അതോ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആന്റി ഇൻകംബൻസി ഫാക്ടർ വർക്ക്ഔട്ട് ആകുമോ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ? എല്ലാ തെരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റുകൾ എതിർക്കുന്ന പ്രശ്നം മതനിരപേക്ഷതയും വർഗീയതയ്ക്കുള്ള പോരാട്ടവും സാമ്രാജ്യത്വ അധിനിവേശത്തിനുള്ള പോരാട്ടമാണ്. അത് തീർച്ചയായിട്ടും ആ കാലിക പ്രസക്തമാണെന്നാണ് എന്റെ വിശ്വാസം. കാര്യം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇവിടെ മതഭ്രാന്തന്മാരുണ്ടാകുന്നത്. ഇവിടെ സാമ്രാജ്യത്വ ശക്തികളുടെ കടന്നുകയറ്റം ഇന്ത്യയിൽ കൂടുതലുണ്ടാകുന്ന ഈ സമയത്താണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെയുള്ളൊരു പോരാട്ടമാണ് മൂന്നാം മുന്നണി എന്ന നിലയിൽ CPM ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ട. ഈ BJPക്കും കോൺഗ്രസിനും, BJPയുടെ വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയും കോൺഗ്രസിന്റെ സാമ്രാജ്യത്വ വർഗീയ നയങ്ങൾക്കെതിരെയും ഒരു മൂന്നാം ബദൽ മുന്നോട്ട് കൊണ്ടുവരിക എന്നൊരു നയമാണ് ഇപ്പോൾ
LDF സ്വീകരിക്കുന്നത്. LDF എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം മുന്നണി എന്ന പേര്. ഗോപ, പക്ഷേ കേരളത്തിലിപ്പം ഐക്യജനാധിപത്യ മുന്നേ പരാജയപ്പെടുത്തുന്നതിന് ഭാഗമായി നിങ്ങളിപ്പോ ഇസ്രയേൽ വിഷയം എടുത്തിരുന്നു. അപ്പം തന്നെ PDP പോലെയുള്ള ഒരു വർഗീയ പാർട്ടി എന്ന മേൽവിലാസമുള്ള പാർട്ടിയുമായിട്ട് ചെങ്ങാത്തം കൂടുന്നു, തുറന്ന രീതിയിൽ പ്ലാറ്റ്ഫോം പങ്കിടുന്നു. VS അച്യുതാനന്ദൻ പോലും അതിനെതിരാണ്. ഒപ്പം തന്നെ കേരളത്തില് ലാവ്ലിൻ പോലുള്ള അഴിമതി കേസുകൾ ഉയർന്നു വരുന്നു. ഇതൊക്കെ മറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണോ? ഇത് ആക്ച്വലി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ജനങ്ങളെ അകറ്റാനുള്ള ശ്രമമല്ല നടക്കുന്നത്. PDP എന്ന പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ഒരേ ഒരു മണ്ഡലം പോകുന്ന വിഷയമാണ്. അഥവാ അതല്ല ഇപ്പോ ഇന്ത്യയിലെ വലിയ വിഷയങ്ങളിലൊന്നും PDP അല്ല. ആക്ച്വലി യഥാർത്ഥത്തിൽ ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന വിഷയങ്ങൾ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള അമിതമായ അഭിനിവേശം, അത് മാത്രമല്ല പിന്നെ വർഗീയതയുടെ പേരിൽ ഇപ്പോൾ കാണിക്കുന്ന പേക്കൂത്തുകൾ, ഇതൊക്കെയല്ലേ ഇപ്പോൾ. എന്താണ് സന്ദീപ് താങ്കൾക്ക് പറയാനുള്ളത്? കാരണം ഇന്ത്യയിൽ തന്നെ രാമജന്മഭൂമി, ബാബറി മസ്ജിദ് പ്രശ്നം അതിനുശേഷം ആളെ കത്തിച്ച്, മാധ്യമങ്ങൾ പറയുന്ന ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, സന്ദീപ് തിരിച്ചടിക്കരുത്, ആളെ കത്തിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരത്തിൽ വന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയ്ക്കെതിരെയാണെന്ന് പറയുന്നത്. പക്ഷേ PDP പോലുള്ള പാർട്ടികളുമായിട്ട് അവർ രഹസ്യമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. സന്ദീപ് എങ്ങനെ തോന്നുന്നു കേരളത്തില് പരസ്യമായ പിന്തുണ സ്വീകരിച്ചിരിക്കുന്നത്? ഓക്കെ, സന്ദീപ് പറയൂ. ഈ ഗോപൻ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ രസം തോന്നുന്നു. അദ്ദേഹം പറയുന്നത് കേവലം ഒരു മണ്ഡലത്തിലേക്കുള്ള ബന്ധമാണെന്ന്. ഇക്കഴിഞ്ഞ ദിവസമാണ് ശ്രീ പ്രകാശ് കാരാട്ട് പറഞ്ഞത് 2006 PDPയിൽ നിന്ന് PDPക്ക് ഇപ്പോൾ ഒരു മാറ്റവും വന്നിട്ടില്ലാന്ന്. അത് മാത്രമല്ല, തിരുവനന്തപുരത്ത് CPM-ന്റെ പ്രവർത്തകനായിട്ടുള്ള മുഹമ്മദ് സക്കീറിനെ വൃത്തിക്കുന്നത് PDP-ക്കാരാണെന്ന് CPM-ന്റെ കേരളത്തിലെ ഏറ്റവും പുതിയ വെബ്സൈറ്റിൽ തന്നെ വിവരമുണ്ട്. സക്കീർ രക്തസാക്ഷിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ മതതീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകളിൽ PDP-ക്കാർ പ്രതികളാണ്. കാശ്മീരിലേക്ക് പോയ തീവ്രവാദികളുടെ അവരെ സഹായിച്ച കേസിൽ അവിടെ പോയവരിൽ PDP-ക്കാരുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കപ്പെട്ടതാണ്. ആ അർത്ഥത്തിൽ BJP-യുടെ വർഗീയതയെ എതിർക്കാൻ എന്ന പേരിൽ CPM ഇന്ന് കേരളത്തിൽ കൂട്ടുപിടിച്ചിരിക്കുന്നത് മതഭീകരവാദത്തെയാണ്. ഈ രാജ്യത്തെ വെട്ടുമുറിക്കാൻ വേണ്ടി ഒരിക്കൽ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളെയാണ് CPM കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഇതൊന്നും കേരളത്തിൽ ഏശാൻ പോകുന്നില്ല. പിന്നെ രാമജന്മഭൂമിയുടെ പ്രശ്നം പറഞ്ഞു. രാമജന്മഭൂമി ഭാരതീയ ജനതാ പാർട്ടി തുടങ്ങി വെച്ച ഒരു പ്രശ്നമല്ല. 10, 500, 600 വർഷങ്ങളായി അയോധ്യയുടെ ജനങ്ങൾ, ആ പ്രദേശത്തെ മുഴുവൻ ഹിന്ദു ജനങ്ങളും ഉയർത്തി പിടിച്ചിരുന്ന ഒരു പ്രശ്നം. അത് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തെ മുഴുവൻ ഹിന്ദു ജനങ്ങളുടെയും ഭൂരിപക്ഷത്തിന്റെ വികാരം എന്ന നിലയ്ക്ക് ഏറ്റെടുക്കുകയായിരുന്നു. അതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള ജാള്യതയും അനുഭവപ്പെടുന്നില്ല. മാത്രമല്ല വളരെ അഭിമാനമുണ്ട്. ചോദിക്കട്ടെ, അതായത് ഇന്ത്യയിലെ ഹൈന്ദവ സമുദായത്തിന്റെ മുഴുവൻ വികാരത്തെ BJP പ്രതിനിധീകരിക്കുന്നതാണോ താങ്കൾ പറയുന്നത് രാമജന്മഭൂമി വിഷയത്തിൽ? കാരണം കോൺഗ്രസും കേവലം 28% വോട്ടുകൾ മാത്രമേ BJPക്ക് ഇന്ത്യയിലെ പൊതുതെരഞ്ഞെടുപ്പുകൾ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാണ് അതൊരു കോമൺ വികാരമായി, ഒരു കോമൺ ഫീലിംഗ് ആയി മാറുന്നു സന്ദീപ്? ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിച്ച വോട്ടുകളുടെ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല അയോധ്യ പ്രശ്നത്തെ നമ്മൾ കാണേണ്ടത്. അയോധ്യ പ്രശ്നം ഈ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളുടെയും ഒരു വികാരത്തിന്റെ പ്രശ്നമാണ്, അവരുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ആ അർത്ഥത്തിൽ അയോധ്യയിൽ ഒരു ഭവ്യമായ രാമക്ഷേത്രം നിർമ്മിക്കണം എന്നുള്ളത് എല്ലാ ഹിന്ദുവിന്റെയും ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ ഭാരതീയന്റെയും വികാരമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഭാരതത്തിലെ മുഴുവൻ മുസ്ലിം സഹോദരങ്ങളുടെയും സമ്മതത്തോടുകൂടി അവരുടെ ഒരു കൺസെന്റോട് കൂടി തന്നെ അയോധ്യയിൽ ഒരു ഭവ്യമായ രാമക്ഷേത്രം നിർമ്മിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. ക്യാപ്റ്റൻ ദുർഗ ഫിലിപ്പ്, BJP വീണ്ടും രാമജന്മഭൂമി വിഷയം തെരഞ്ഞെടുപ്പ് പത്രികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് എന്തൊക്കെ പുതിയ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളാണ് ഐക്യജനാധിപത്യ മുന്നണി ഉയർത്തിക്കാണിക്കുന്നത്? ഈ UDF കേരളത്തിൽ മെയിനായിട്ട് ഉയർത്തിക്കാണിക്കുന്നത് കേരളത്തിന്റെ ഓവറോൾ വികസനം. ഇപ്പം പാവപ്പെട്ട മലയാളികൾക്ക് അവർക്കാണെങ്കിൽ ഇസ്രയേലുമായിട്ടുള്ള സൈനിക സഖ്യം, അതുപോലെ തന്നെ പലസ്തീൻ പ്രശ്നം, ഇറാൻ പ്രശ്നം, ഇതൊന്നുമല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വളരെ കൂടുതലായി. പാവപ്പെട്ട ജനങ്ങൾ കഷ്ടത അനുഭവിക്കുകയാണ്. അവർക്ക് പാർപ്പിട സൗകര്യമില്ല. അതുപോലെ തന്നെ ആദിവാസികൾ പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങറയിൽ 450 ദിവസത്തോളമായി അവർ സമരത്തിലാണ്. യാതൊരു ഭരണമുന്നണിയിലെ യാതൊരു നേതാക്കളും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല.
ഇത് വളരെയേറെ കഷ്ടത അനുഭവിക്കുന്നു പാവപ്പെട്ട ജനങ്ങൾ. അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം. ഇങ്ങനെ ജനങ്ങളുടെ പ്രശ്നത്തിലൊന്നും ഇടപെടാതെ നമ്മുടെ നേതാക്കന്മാർ, എസ്പെഷ്യലി ഈ സഖാക്കന്മാരാണെങ്കിൽ അവര് ഇറാന്റെ പ്രശ്നത്തിലും പലസ്തീന്റെ പ്രശ്നത്തിലും അനാവശ്യമായി ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് കാണുമ്പം തീർച്ചയായും എനിക്ക് അവരോട് സഹതപിക്കാൻ മാത്രമേ കഴിയൂ. സന്ദീപ്, ഗോപൻ, റിവ, നിങ്ങൾക്ക് പരസ്പരം ആശയങ്ങളെ കണ്ടിക്കാനുള്ള അവസരങ്ങളുണ്ട്. ആളുകളെ ഞാൻ പറയുന്നത് ഇതിപ്പോ ജെയ്സൺ, ഇതിപ്പോ റിവ പറഞ്ഞ ചിരി വരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 5 വർഷത്തെ ഭരണം കൊണ്ട് ഇവിടെ ഇതൊക്കെ മാറ്റാൻ കഴിയുമായിരുന്നെങ്കിൽ ഇതിന് മുൻപ് ഇവിടെ ഭരിച്ചിരുന്ന 5 വർഷം ഭരിച്ചിരുന്ന ആന്റണിക്കും ഉമ്മൻചാണ്ടിക്ക് ഇത് കഴിയുമായിരുന്നല്ലോ. ഇവർക്ക് സന്ദീപ്